നമസ്കാരം. പോസിറ്റീവ് തിങ്സിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും എന്ന് പറയപ്പെടുത്തേക്ക് ഹിന്ദു മത വിശ്വാസപ്രകാരം, ഹിന്ദു ആചാരപ്രകാരം എല്ലാവർക്കും വളരെയധികം പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മലയാള മാസം 1-ാം തീയതി എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ. അത് അവരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിലോട്ട് നമ്മൾ കടന്നു പോകുന്നില്ല. ആ വിശ്വാസികളെല്ലാം തന്നെ ആ 1-ാം തീയതി അവരുടെ വീട്ടിൽ ആദ്യമായിട്ട് കയറുന്ന ആളിൻ്റെ ഭാഗ്യം പരിശോധിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് പരിശോധിക്കുന്ന വെച്ചാൽ ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് കയറിക്കഴിഞ്ഞാൽ ആ ഒരു മാസത്തെ എല്ലാ രീതിയിലുള്ള ആ ഭാഗ്യങ്ങളും അദ്ദേഹത്തിലൂടെ നമുക്ക് കിട്ടുമെന്നും അത് നമുക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും, ഒരു മാസമായിരിക്കും കടന്നു വരാനുള്ളത് എന്നുമായിരിക്കും അവരുടെ വിശ്വാസം. അപ്പോൾ ഒരാളിനെ കയറ്റുക, 1-ാം തീയതി ആ വീട്ടിലിരിക്കുക, അതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ഒരു ചോദ്യം, ഒരു ചെറിയൊരു സംശയം മാത്രമാണ് ഉള്ളത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് എല്ലാ മാസവും വീട്ടിൽ 1-ാം തീയതി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ദിവസം കയറാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നിരാശപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ പറയാനുള്ളത്. എൻ്റെ വീട്ടിൽ 1-ാം തീയതി കയറുവാൻ ഞാൻ വിശ്വസിച്ചിരുന്ന, എൻ്റെ കുടുംബം വിശ്വസിച്ചിരുന്ന, ഞാനല്ല എൻ്റെ കുടുംബത്തിലുള്ളവർ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് അന്ന് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എന്നോട് തന്നെ കയറിയാൽ മതി. അതെങ്ങനെയാണ് കയറേണ്ടത്? ആ വീട്ടിൻ്റെ ഗേറ്റിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് നടന്ന് 2 മിനിറ്റ് മുന്നോട്ട് നടന്നതിന് ശേഷം വീട്ടിൽ വന്ന് തിരിച്ച് കയറി അവിടെ നമ്മൾ ഇരിക്കുന്നു. 2 മിനിറ്റ് സമയം ഇരിക്കുന്നു, വിശ്വാസപ്രകാരം കൈനീട്ടമെല്ലാം കൊടുക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു 6 മാസം ഞാൻ ആവർത്തിച്ചിട്ടും എൻ്റെ വീട്ടിൽ വ്യത്യസ്തമായിട്ട്, അതായത് നെഗറ്റീവായിട്ട് ഒന്നും ഉണ്ടായില്ല. വളരെയധികം സമാധാനവും ഐശ്വര്യവും മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾക്കും അതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പോസിറ്റീവായിട്ട് മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഗൃഹനാഥയ്ക്കോ വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും അങ്ങനെ കയറുന്നതാണ്. കാരണം സ്വന്തം വീട്ടിൽ സമാധാനവും സന്തോഷവും സമൃദ്ധിയും സമ്പത്തും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും തന്നെ. അങ്ങനെ മാത്രം അതിനെ കണ്ടാൽ മതി.